പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. രാഹുൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുമായി സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നോ ഇന്നലെ തുടങ്ങിയ കാര്യങ്ങളല്ല. 4 വർഷമായിട്ട് ഈ റോഡ് പണി എന്ന് തുടങ്ങിയോ? ശരി, ഈ റോഡ് പണി എന്ന് തുടങ്ങിയോ? ഇന്ന് തുടങ്ങിയതാണ് ഇവിടെ മരണങ്ങൾ. ഇതേപോലെ 1-2 ആൾക്കാർ ഡെയിലി മരിക്കും, ആക്സിഡന്റ് ആയിക്കില്ല. എന്നിട്ടോ ഇതേപോലെ കളക്ടറും എല്ലാവരും വലിയ ഇപ്പോൾ കരുമ്പയിൽ പനയങ്ങാട് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിക്കുമ്പോഴും ആളുകൾ പറയുന്നത് എല്ലാ ആളുകളും വരുന്നു, സംസാരിക്കുന്നു, പക്ഷെ ഒരു കാര്യത്തിലും തീരുമാനമാകുന്നില്ല, ദിവസേന ആളുകൾ മരണപ്പെടുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. MLAയോട് വലിയ രീതിയിൽ ആളുകൾ അവരുടെ സങ്കടം പറയുന്നുണ്ട്, പ്രതിഷേധം അറിയിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 വിദ്യാർത്ഥിനികളെ കൊണ്ടുപോയത് ഇസാഫ് ആശുപത്രിയിലേക്കും 1 വിദ്യാർത്ഥിനിയെ കൊണ്ടുപോയത് മദർ കെയർ ആശുപത്രിയിലേക്കുമാണ്. ഇസാഫ് ആശുപത്രിയിലേക്ക് 2 വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കൾ എത്തിയിട്ടുണ്ട്. 3:50 ഈ അപകടം നടന്നത്. പരീക്ഷ കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽ പെട്ടത്. സ്ഥിരം അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഇറക്കവും വളവുമാണ് റോഡിൻ്റെ ഈ ഭാഗത്തുള്ളത്. അപകടം സ്ഥിരമായപ്പോൾ ഈയിടെ അടുത്ത് വീതി കൂട്ടിയിരുന്നു. ഈ മരിച്ച 4 വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കൾ, അവരുടെ സഹപാഠികളാണിപ്പോൾ പ്രതിഷേധമായി ആ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവർ. അവരുടെ ഇന്ന് പോലും ഒരു കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് പോലും അവർ ഒരുമിച്ചിരുന്ന് കളിച്ച് ചിരിച്ച് പഠിച്ച് ആ സ്കൂളിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങിയതായിരിക്കും. അവർ സ്വന്തം സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേദന, ആ വലിയ വേദന അവരുടെ വാക്കുകളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പ്രതിഷേധിക്കുന്നത്. അവരെ നിയന്ത്രിക്കാൻ പോലീസ് പാടുപെടുന്നുണ്ട്. പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതിലപ്പുറം ആളുകൾ, അവിടെയുള്ള പ്രദേശവാസികളും ആ സ്കൂളിലെ കുട്ടികളുമൊക്കെ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. 4 പേരും 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ്. അവർ പറയുന്നത് ഇത് സ്ഥിരമായി നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു ചാറ്റൽ മഴ പെയ്താൽ പോലും റോഡ് ഇങ്ങനെ സ്ലിപ്പറി ആവുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് പോലീസ് വളരെ പ്രയാസപ്പെടുന്നുണ്ട്. അവരെ നിയന്ത്രിക്കാൻ വേണ്ടി പോലീസിന് നിയന്ത്രിക്കാൻ വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് പോലീസിന് മുന്നിലുള്ളത്. കാരണം അത്രയധികം ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗതാഗതം സുഗമമാക്കാൻ വേണ്ടി വണ്ടിയൊക്കെ അവിടെ നിന്ന് മാറ്റി. പക്ഷേ അപ്പോഴേക്കാണ് ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടിയത്. MLA അവിടേക്ക് എത്തിയിട്ടുണ്ട്. കളക്ടർ വന്ന് ഇതിനൊരു തീരുമാനമാക്കിയാൽ മാത്രമേ ഈ പ്രതിഷേധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് ആ സ്കൂളിലെ കുട്ടികൾ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അവിടേക്ക് എത്തിയിട്ടുണ്ട്. കുട്ടികളുമായി സംസാരിക്കുന്നുണ്ട്. കുട്ടികൾ പറയുന്ന വിഷയങ്ങൾ അദ്ദേഹം കേൾക്കുന്നുണ്ട്. കാരണം ഈ അപകടം
പതിവായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ കുട്ടികളെ വളരെയേറെ വേദനിപ്പിക്കുന്നത്. കാരണം പരീക്ഷ ആയതുകൊണ്ട് മാത്രമാണ് ഈ 4-ൽ ഒതുങ്ങിയത്, അതല്ലെങ്കിൽ ഇതിൽ കൂടുതൽ മരണങ്ങൾ സംഭവിച്ചേനേം എന്നുള്ളതാണ് ആ കുട്ടികൾ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വലിയ രീതിയിലാണ് അവരുടെ പ്രതിഷേധം. അവർ പിരിഞ്ഞു പോകില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കളക്ടർ എത്തി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, ഈ റോഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയിച്ച ശേഷം മാത്രമേ തങ്ങൾ പിരിഞ്ഞു പോകൂ എന്നുള്ളതാണ് ഈ കൂടിയിരിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും പറച്ചിൽ. കാരണം അവർക്ക് അത്രയേറെ രോഷം ഇക്കാര്യത്തിലുണ്ട്. ദിനം പ്രതി ഇത്തരത്തിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു, മരണം സംഭവിക്കുന്നു, എന്നിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല. MLA വരുന്നു, അല്ലെങ്കിൽ MP-മാർ വരുന്നു, ഇവരൊക്കെ വന്നുപോയ ശേഷവും ഈ റോഡിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല. ഈ റോഡിൽ വീണ്ടും അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവരുടെ ഈ രോഷത്തിന് പിന്നിലുള്ള കാരണം. 4 കുട്ടികൾക്കാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ദാരുണ അന്ത്യം ഉണ്ടായിട്ടുള്ളത്. അവർ ഒന്നും അറിയാതെ എന്നത്തെയും പോലെ തന്നെ വീട്ടിലേക്ക് കളിച്ചു ചിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് അപ്രതീക്ഷിതമായി ഈ ലോറി അവർക്ക് മേൽ വീഴുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ഏറെ പ്രയാസപ്പെടുന്നുണ്ട് ഇവരെ നിയന്ത്രിക്കുവാനായിട്ട്. ആളുകൾ അതൊന്നും കേൾക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അത്രയേറെ ശക്തമായിട്ടാണ് അവരുടെ രോഷം പുറത്തേക്ക് വരുന്നത്.